1971 നവംബർ 24 മഴയും കാറ്റുമുള്ള ഒരു വൈകുന്നേരം. അമേരിക്കയിലെ പോർട്ട്ലാൻഡ് എയർപോർട്ടിൽ ഒരാളെത്തി. കയ്യിലൊരു ബ്രീഫ് കേസ്, കണ്ണിൽ കറുത്ത കൂളിംഗ് ഗ്ലാസ്. ഡാൻ കൂപ്പർ എന്ന പേരിൽ അയാളൊരു ടിക്കറ്റ് എടുത്തു. വിമാനം പറന്നുയർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു എയർ ഹോസ്റ്റസിന് ഒരു കുറിപ്പ് നൽകി. അതിലെഴുതിയിരിക്കുന്നത് ഇതായിരുന്നു: എൻ്റെ കയ്യിൽ ബോംബുണ്ട്. ലോകത്തെ ഞെട്ടിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢത ഇവിടെ തുടങ്ങുന്നു. അയാൾ ആവശ്യപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമത് $2,00,000, ഇന്നത്തെ ഏകദേശം 10 കോടി രൂപ. രണ്ടാമത്തെ കാര്യം 4 പാരച്യൂട്ടുകൾ. സിയാറ്റിൻ എയർപോർട്ടിൽ വിമാനമിറക്കി. അധികൃതർ പണം കൈമാറി. യാത്രക്കാരെ എല്ലാവരെയും അയാൾ വിട്ടയച്ചു. വിമാനം വീണ്ടും പറന്നുയരാൻ അയാൾ ആവശ്യപ്പെട്ടു. മെക്സിക്കോയിലേക്ക് വിമാനം പറക്കുന്നതിനിടെ 10,000 അടി ഉയരത്തിൽ വെച്ച് ആരും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ആ കനത്ത മഴയിലും രാത്രിയിലും വിമാനത്തിന്റെ പിൻവാതിൽ തുറന്ന് ആ $2,00,000 കൂപ്പർ താഴേക്ക് ചാടി. പിന്നീട് അങ്ങോട്ട് നടന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു. FBI വനങ്ങളും മലനിരകളും അരിച്ചുപെറുക്കി. പക്ഷേ ഡാൻ കൂപ്പറെ ആരും കണ്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 1980 ഒരു കുട്ടി കൊളംബിയൻ നദിക്കരയിൽ നിന്ന് പകുതി നശിച്ച കുറച്ച് ഡോളർ നോട്ടുകൾ കണ്ടെത്തി. അത് കൂപ്പറിന് നൽകിയ അതേ നോട്ടുകളായിരുന്നു. കൂപ്പർ മരിച്ചുപോയോ, അതോ അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. പക്ഷേ ഒരാൾ പോലും കൂപ്പറാണെന്ന് തെളിയിക്കാനായില്ല. ആകാശത്ത് നിന്ന് അപ്രതീക്ഷിതനായ ആ മനുഷ്യൻ എവിടെ പോയി? കൂപ്പർ ആ ചാട്ടത്തിൽ രക്ഷപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ത്രില്ലിംഗ് സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.